ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് കുഴലപ്പം എങ്ങനെ വീട്ടിൽ ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് കുഴലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നോക്കാം. ഒന്നര മുറി തേങ്ങ, ഒരു 12 ചുമന്നുള്ളി, ചെറിയ ചുമന്നുള്ളിയുണ്ട്, പിന്നെ 4 വെളുത്തുള്ളി, 2 സ്പൂൺ ജീരകം, ഒരു മുട്ട, ആവശ്യത്തിനുള്ള എള്ള്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഇത് 3 കപ്പ് നൈസ് അരിപ്പൊടിയാണ്. തരികളൊന്നും പാടില്ല ഇതിനകത്ത്. ഇനി നമുക്ക് ആദ്യമായിട്ട് ഈ തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഇപ്പൊ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരിപ്പൊടി ചൂടാക്കി എടുക്കാം. അരിപ്പൊടി വറക്കാൻ വേണ്ടി ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ തീയില് അരിപ്പൊടി വറുത്തെടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അരിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരച്ചു വെച്ച തേങ്ങാക്കൂട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന അരിപ്പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നേരത്തെ തിളപ്പിച്ച് വെച്ച തേങ്ങാക്കൂട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ചൂടോടുകൂടി ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു മുട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് എള്ളിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാനും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വളരെ നല്ലതാണ്. ഇതിനകത്ത് വെള്ളം കുറവാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചാണ് കുഴക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെയുള്ള എന്തെങ്കിലും കുഴൽ പോലത്തെ തവിയുടെ ഭാഗമോ അല്ലെങ്കിൽ പൈപ്പിന്റെ കുഴലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ്. ചുറ്റിയെടുക്കുമ്പോൾ എണ്ണ തടവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വളരെ നല്ലതാണ്. ഈ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ കളറാവുമ്പോൾ കോരി എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ കുഴലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.